ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുള്ളത് ഗോവയിൽ തന്നെയാണ്. നമ്മൾ ഗോവയിൽ ഒരുപാട് ചർച്ചുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിലത്തെ ഭീകര ചർച്ചുകൾ കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതിലത്തെ ടോപ്പ് 3 ചർച്ചുകൾ. ഞാൻ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് നോർത്ത് ഗോവയിലായിരുന്നു. പക്ഷെ നോർത്ത് ഗോവയിൽ നിന്ന് സൗത്ത് ഗോവയിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കുക. പോകുന്ന വഴിയിൽ കണ്ടതാണ് മാൻഡോം ബ്രിഡ്ജ്. ഇത് ഗോവയിലത്തെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. രാത്രി ടൈമിങ്ങളിലൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും പരിപാടികളൊക്കെ ചെയ്ത് നല്ല രസമാണ് ഇത് കാണാൻ. ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും നല്ല മനോഹാരിതയിൽ നമുക്ക് കാണണമെങ്കിൽ നൈറ്റ് ടൈമിൽ ഇങ്ങോട്ട് വരണം. അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്രയൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു യാത്രയാണ്. നമുക്ക് ഇതിൽ പോകുന്ന വഴിയിലൊക്കെ 2 സൈഡിലൊക്കെ ഒരുപാട് കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അവർ ലേഡി ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച്, അതായത് ഗോവയുടെ തലസ്ഥാനമായ പനാജിയിൽ ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. അത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പള്ളി തന്നെയാണ്. കാര്യം നമുക്കിതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാൻ പറ്റില്ലെങ്കിൽ പോലും പുറത്ത് നമുക്ക് ഒരുപാട് പടവുകൾ കാണാം ഇതിൻ്റെ മുകളിലേക്ക് കയറിച്ചല്ലേ. ഈ ഒരു ചർച്ച് 1541 ഒരു ചാപ്പലായാണ് ആദ്യം നിർമ്മിച്ചത്. പിന്നെ ഇത് പുതുക്കി വലിയൊരു പള്ളിയാക്കി മാറ്റിയത് 1619 ഗോവയിൽ പോർച്ചുഗീസുകാരുടെ ഭരണകാലത്തെ വാസ്തുവിദ്യ ശൈലിയാണ് ഇതിലവർ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ശില്പവിദ്യകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം. ഇതിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു 3 4 ജംഗ്ഷനിലേക്ക് തിരിഞ്ഞു പോകുന്ന റോഡാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ടൗണിൽ ഇങ്ങനത്തെ ഒരു ഹിൽ ടോപ്പിൽ ഇങ്ങനൊരു പള്ളി കാണാനും അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ഈ പള്ളി കാണാൻ വന്ന ഈ ടൈമിൽ ഇത് നമുക്ക് ഉള്ളിലേക്ക് അല്ലെങ്കിൽ തുറന്ന് അതിൻ്റെ ഉൾഭാഗം കാണാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് നമ്മൾ ഫോട്ടോ എടുത്ത് വരികയാണ് ചെയ്തത്. ഡിസംബർ 8 ഈ പള്ളിയിലത്തെ പ്രധാന പെരുന്നാൾ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് അടുത്ത പള്ളി ലക്ഷ്യക്ക് പോണ വഴിയിലാണ് ഈ ഒരു ജങ്കാറ് കണ്ടത്. അധികം വണ്ടികളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഈ ഒരു പുഴ ക്രോസ് ചെയ്ത് പനാജി പുഴ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. അതായത് ഈ ഒരു ടൗൺ ഏരിയയിലുള്ള റോഡുകളൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഉള്ളേരിയയിലേക്കും ബീച്ച് സൈഡിലേക്കൊക്കെ പോകുന്ന വഴിയിൽ തല്ലിപ്പൊളി വഴിയാണ്. അങ്ങനെ നമ്മൾ ബസിലിക്കയിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ വരുമ്പോൾ തന്നെ കാണാം ആ ഒരു ചർച്ച്. ആ ചർച്ചിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ വേറൊരു ചർച്ച് കാണാം. നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ഈ ബസിലിക്കയിൽ ഇവിടെ ഒരു വമ്പൻ, അതായത് ഒരു കൂറ്റൻ മരമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പള്ളി പണിഞ്ഞ സമയത്ത് നട്ട മരമാണെന്ന്. അത്രയും ഹൈറ്റിലാണ് അത് നിൽക്കുന്നത്. ഇതാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഗോവയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പഴക്കം ചെന്ന ഒരു പള്ളിയാണ് ഈ ഒരു ബസിലിക്ക. ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 1605 ഈ ഒരു പള്ളി ഇവിടെ സ്ഥാപിതമായത്. അതായത് ഏറ്റവും പഴക്കമുള്ള പള്ളി, അല്ലെങ്കിൽ ഗോവയിലത്തെ ആയാലും സൗത്ത് ഇന്ത്യയിലത്തെ ആയാലും ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നും തന്നെയാണ് ഈ ഒരു പള്ളി. അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ അദ്ദേഹത്തിൻ്റെ ബോഡി മറവ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ബോഡി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പള്ളിയും കൂടിയാണ് ഈ ഒരു പള്ളി. നമുക്കിതിൻ്റെ ഉള്ളിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ സാധിക്കില്ല. എന്നാൽ പോലും നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ കയറി അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ശരിക്കും പറഞ്ഞാൽ പള്ളിയാണെങ്കിൽ പോലും ഒരു പാലസിൻ്റെ ഒരു ഫീലൊക്കെ തരുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യണേക്കാളും കൂടുതലും നമുക്ക് പുറത്തായിരിക്കും ഇങ്ങനത്തെ കൂടുതൽ വ്യൂസൊക്കെ കിട്ടുക. അതുപോലെ തന്നെ പൂർണ്ണമായി ചെങ്കല്ല് കൊണ്ട് പണിഞ്ഞ ഒരു പള്ളിയും കൂടിയാണിത്. സേ കത്തീഡ്രൽ, അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ് ഈ ഒരു പള്ളി. അതുപോലെ തന്നെ ബസിലിക്കയുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ സേ കത്തീഡ്രൽ പള്ളിയും വരുന്നത്. ഈ ഒരു പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൂറ്റൻ പള്ളി തന്നെയാണ്. അത് നമ്മൾ അകലെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു പള്ളിയുടെ ഒരു സറൗണ്ടിങ്സും ഈ പള്ളിയുടെ ഒരു ജൈജാൻറ്റിക് സൈസ്. ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. ഇവിടെ എന്തോ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ മാരേജ് വെഹിക്കിളാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ഒരു ജാഗാറിൻ്റെ 2 വണ്ടികൾ. അതുപോലെ തന്നെ മറ്റു പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെയുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്നത് കാണാം. പക്ഷേ നമ്മൾ മുന്നേ കണ്ട 2 പള്ളികളിലും നമുക്ക് അലൗഡ് അല്ല പല സ്ഥലങ്ങളിലും. ഈ ഒരു പള്ളിയുടെ ഉള്ളിലൊക്കെ കയറി നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മൈസൂർ പാലസിൻ്റെ പോലത്തെ ഒരു ഗംഭീര ഗാർഡനാണ് ഈ ഒരു പള്ളിയുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുക. ഏതാണ്ട് 1652 ഈ പള്ളിയിലെ മുഴുവൻ വർക്ക്, അതായത് പണി കഴിയുന്നത്. ഏതാണ്ട് 90 വർഷം എടുത്തുനിന്ന് ഈ ഒരു പള്ളി ഈ ഒരു നിലയ്ക്ക് പണിഞ്ഞ് റെഡിയാക്കുക അവർക്ക്. അതായത് 1652 കൂടിയാണ് ആ പണി കഴിഞ്ഞത്.
പിന്നെ പോർച്ചുഗീസുകാർ മുസ്ലിം സൈന്യത്തിന് മേൽ വിജയം നേടിയതിൻ്റെ സ്മരണയ്ക്കായിട്ടും കൂടിയാണ് ഈ പള്ളി ഇങ്ങനെ പണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ പള്ളികളിൽ വിട്ട് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിരിക്കും ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ആർട്ട് വർക്കൊക്കെ ഭീകര ലെവലിലാണ്. അതായത് ഒരു പാലസിൻ്റെ അതേ റേഞ്ച് പിടിക്കുന്ന രീതിയിലാണ് ഇവിടെയുള്ള ഗോവയിലുള്ള ഒട്ടുമിക്ക പള്ളികളും പോരാത്തതിന് ഈ ഒരു പള്ളിയും വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ പള്ളിയിലത്തെ അത്ഭുത കുരിശ്. ഈ പള്ളിയിലെ ഒരു ചാപ്പലിൽ അത്ഭുത കുരിശ് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 1919 ഈ കുരിശിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടതായും കുരിശിൻ്റെ വലിപ്പം കൂടുന്നതായും വിശ്വാസികൾ വിശ്വസിക്കുന്നു. അതിപ്പോൾ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ഒരു കാര്യം വിശ്വസിക്കാൻ. അപ്പോൾ അതുകൊണ്ടുള്ള പല കാര്യങ്ങളും ഈ പള്ളിയിലും പുറകിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും പനാജിലേക്ക് എത്തിയിരിക്കുകയാണ്. പനാജിലത്തെ ആ ഒരു ഗംഭീര റോപ്പ് ബ്രിഡ്ജ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സൗത്ത് ഗോവയിൽ നിന്നും നോർത്തിലേക്ക് പോയി നമ്മുടെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. പോകുന്ന വഴിയിൽ നൈറ്റ് ലൈഫാണ്. നമ്മളുടെ ഈ ഒരു ബാഗ ബീച്ചിൻ്റെ അടുത്തുള്ള ഏരിയ ആണിത്. ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാറ്. ഇനി അടുത്തൊരു ദിവസം അടുത്ത വീഡിയോ